സംശയ നിവാരണം നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തു കളയാം എന്ന് വിചാരിച്ചത്. അത് തന്നെയല്ല, ഒരു ചോദ്യം തന്നെ ആവർത്തിച്ച് വരുന്നു, അതിന് നമ്മൾ മറുപടി കൊടുക്കുന്നു, വീണ്ടും അതേ ഇത് തന്നെ അടുത്ത മറ്റൊരാള് പിന്നീട് ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ വീണ്ടും അതേ ആൾക്ക് അങ്ങനെ ഒരു സംശയം വരും. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ വയനാട്ടിലാണോ, നിങ്ങൾ തെക്കരാണോ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഏത് ജില്ലയാണ്, അട്ടപ്പാടിയിലാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് എല്ലാം കൂടെ വാസ്തവം പറഞ്ഞാൽ ഒരു ഉത്തരവേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ചോദ്യം അല്ലെ ഒരേ തരത്തിൽ വരുന്ന ചോദ്യങ്ങൾ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചു. എന്നിട്ട് ഒരറ്റത്തുനിന്ന് നമ്മൾ മറുപടി പറയാമെന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ആദ്യം വന്ന ചോദ്യം എല്ലാം കൂടെ ഓരോരുത്തർ ചോദിച്ച രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ നമ്മൾ അടുക്കി വന്നപ്പോൾ അതങ്ങനെ ആയിപ്പോയി. ചോദ്യം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ, അമ്മ എന്നിവരെ പറ്റി പറയാമോ? നിങ്ങൾ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടിയത് എങ്ങനെയാണ്? റാന്നിയുമായുള്ള അങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ട്. റാന്നിയുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്താണ് അല്ലേ? അത് പിന്നീട് വരുന്നുണ്ട്, അത് നമുക്കിവിടെ കൂട്ടി പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ആദ്യം ഇത് പറയും, മുത്തശ്ശനും മുത്തശ്ശിയുടെ അച്ഛനും അമ്മയും ആരൊക്കെയാണ്? അതിൻ്റെ ഉത്തരം പറയുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 10 മക്കളാണ്. ദശപുഷ്പങ്ങളെന്ന് ഞങ്ങൾ തന്നെത്താനെ പറയാറുണ്ട്. 10 മക്കൾ, അതിൽ 9 പെണ്ണ്, ഒരാണ്. അങ്ങനെ 10 മക്കളും ഒരച്ഛനും അമ്മയും. അച്ഛൻ കൃഷിക്കാരനായിരുന്നു, അമ്മ വീട്ടമ്മ, കൃഷിയെ സഹായിച്ചും ഞങ്ങളെ വളർത്തിയും ഒക്കെ വളർന്ന് കഴിഞ്ഞ ഒരു അമ്മ. അത്രയാണ് ഞങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും വിവരം. എനിക്ക് അച്ഛനും അമ്മയ്ക്കും 7 മക്കളാണുള്ളത്. ഇവിടുത്തെ കാലത്ത് 3 കുറവുണ്ടെന്നുള്ളൂ. 4 പെണ്ണുങ്ങളും 3 ആണുങ്ങളും. അതിന് 4ാമത്തെ ആളാണ് ഞാൻ. പിന്നെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു.